നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഉയർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി വരവായി. തക്ബീറുകളാൽ മുഖരിതമാകുന്ന ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ, ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ് അല്ലെങ്കിൽ ബലിപെരുന്നാൾ. ഈദുൽ അദ്ഹ എന്നാണ് അറബിയിൽ ബക്രീദ് അറിയപ്പെടുന്നത്. ബലി എന്നാണ് അദ്ഹയുടെ അർത്ഥം. ഈദുൽ അദ്ഹ എന്നാൽ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പെരുന്നാളിനെ ബലിപെരുന്നാൾ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത്. ഈ ദിവസം അറവുമാടുകളെ ബലി കൊടുക്കുന്നത് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളാണ്. പെരുന്നാൾ നമസ്കാരം, ബലിയെറുക്കൽ എന്നീ രണ്ട് അനുഷ്ഠാനങ്ങളാണ് ബലിപെരുന്നാൾ ദിവസം പ്രധാനമായും ഉള്ളത്. ഈ ദിവസത്തെ പെരുന്നാൾ നമസ്കാരത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. അറഫ ദിവസം മുതൽ അടുത്ത 4 ദിവസം വരെ തക്ബീർ ചൊല്ലുന്നതും ഈ പെരുന്നാളിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ്. പള്ളികളിലെ നമസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് തക്ബീർ ചൊല്ലുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം എല്ലാ വിശ്വാസികളും സ്നേഹത്തോടെ ആശ്ലേഷവും ഹസ്തദാനവും ചെയ്യുന്നു. ഇത് പെരുന്നാളിന്റെ സന്ദേശം സമൂഹത്തിന് തുറന്നുകാട്ടുന്ന ചടങ്ങാണ്. ഓരോ വ്യക്തികളുടെയും മനസ്സിലുള്ള വെറുപ്പും വൈരാഗ്യവും മാറ്റി എല്ലാവരും സഹോദരന്മാരാണെന്ന വലിയ ചിന്തയാണ് സ്നേഹാശ്ലേഷത്തിലൂടെ മാനവരാശിക്ക് നൽകുന്നത്. ഈ ചടങ്ങിനു ശേഷം എല്ലാവരും പള്ളിയിൽ നിന്നും പിരിയുന്നു. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് ബലിയെറുക്കൽ. ബലിമൃഗത്തെ വാങ്ങിച്ച് പെരുന്നാൾ ദിവസം അറുക്കുക എന്നതാണ് ചടങ്ങ്. ഇതിനുശേഷം മൃഗത്തിന്റെ മാംസം 3 ഭാഗം വയ്ക്കുന്നു. അതിൽ ഒരു ഭാഗം ബലികർമ്മം നടത്തുന്നവർക്കും മറ്റു 2 ഭാഗങ്ങൾ ബന്ധുക്കൾക്കും പാവപ്പെട്ടവർക്കും നൽകുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി മകനെ ബലിയെറുക്കണമെന്ന് അള്ളാഹു പറയുന്നതായുള്ള സ്വപ്നം കണ്ടു. ഇതേ തുടർന്ന് ദൈവകൽപ്പന അനുസരിച്ച് തന്റെ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം തീരുമാനിച്ചു. എന്നാൽ ബലി നൽകുന്ന സമയത്ത് ഇബ്രാഹിമിന്റെ ഭക്തിയിൽ അള്ളാഹു സംപ്രീതനായി. മകനെ മാറ്റി ആടിനെ വച്ചു എന്ന ഐതിഹ്യം പിന്തുടർന്നാണ് ബലിയെറുക്കൽ ചടങ്ങ് നടത്തിവരുന്നതും. ദൈവപ്രീതിക്കായി മനുഷ്യനെ ബലി നൽകരുതെന്ന സന്ദേശവും ബലിപെരുന്നാൾ നൽകുന്നു. പെരുന്നാൾ ദിനത്തിലെ ദാനകർമ്മങ്ങൾ നല്ല ഫലങ്ങൾ നേടിത്തരുമെന്ന വിശ്വാസം മാംസം 3 ഭാഗിക്കുന്നതിന് പിന്നിലുണ്ട്. ബക്രീദ് ആഘോഷം 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകുക, പാവങ്ങൾക്ക് ദാനം നൽകുക എന്നീ 3 പുണ്യകരമായ പ്രവൃത്തിയാണ് ബലിപെരുന്നാൾ ദിനം അനുഷ്ഠിക്കുന്നത്. മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്നും തക്ബീർ നാദം മുഴക്കി വീണ്ടും ബലിപെരുന്നാൾ എത്തുമ്പോൾ കോവിഡ് എന്ന മഹാമാരി തകർത്തെറിഞ്ഞ ആഘോഷരാവുകളായി മാറുകയാണ് ഈ ദിനങ്ങളും. ആ മഹാമാരിയെ ചെറുത്തു നിൽക്കാനെന്നോണം മുഖാവരണമണിഞ്ഞ പെരുന്നാളാണ് ഇത്തവണ. അത്യാഗ്രഹങ്ങളുടെ കരിമ്പടക്കെട്ടുകൾ ഇറക്കി വെച്ച് ആത്മാവ് സ്വപ്ന സഫലീകരണത്തിന്റെ പടി കയറുമ്പോൾ പെയ്തിറങ്ങുന്ന നിർവൃതിയിൽ ഹാജിമാർ അലിഞ്ഞു ചേരാൻ ഒരുങ്ങിയിരുന്ന ആ ദിനങ്ങൾക്ക് കോവിഡ് എന്ന കൊലയാളി വൈറസ് തടസ്സമായിരിക്കുന്നു. എങ്കിലും നന്മയും വിശുദ്ധിയും ത്യാഗവും കൈകോർക്കുന്ന ഈ ദിനങ്ങൾക്ക് വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിനുള്ള വേദിയാവുകയാണ്. എത്ര പോയാലും കണ്ടാലും വീണ്ടും പോവണമെന്നും കാണണമെന്നും വിശ്വാസിയുടെ മനസ്സിൽ ആഗ്രഹം ജനിക്കുന്ന ഒരു നാടാണ് മക്ക. അറഫയിലെയും മുസ്ദലിഫയിലെയും പ്രാർത്ഥനകൾ കൊണ്ട് നിർമ്മലമാക്കിയ മനസ്സുമായി മിനായിൽ തിരിച്ചെത്തിയ ഹാജിമാർ പെരുന്നാൾ ദിനത്തിൽ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ആ നാളുകളാണ് ഏതൊരു വിശ്വാസിയുടെയും ആത്മസാക്ഷാത്കാരം. എന്നാൽ ഈ പെരുന്നാൾ ദിനത്തിൽ ആരവങ്ങളില്ലാതെ ഏകാന്തമായിരിക്കും മക്കയുടെ ഇടനാഴികൾ. തക്ബീർ ധ്വനികൾ ഉയർന്നു കേൾക്കുമ്പോഴും മക്കയുടെ മനസ്സ് തന്റെ മക്കളെ വരവേൽക്കാനുള്ള വെമ്പലിലാണ്. പ്രതിസന്ധികളിൽ സഹനവും ത്യാഗവുമാണ് ആദ്യം അവലംബിക്കേണ്ടത് എന്ന പ്രവാചക ദർശനം പോലെ മക്കയും ത്യാഗനിർഭരമായ കാത്തിരിപ്പിലാണ്. ദുരിത പർവ്വങ്ങൾ നീങ്ങി വിശുദ്ധിയുടെ ആ പുണ്യദിനങ്ങൾ അകലെയല്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തക്ബീർ വിളികൾക്കായി കാതോർത്ത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.